തന്നെ നിൽക്കും എന്നുള്ളതാണ്. അതിനെ നമ്മൾ ആദ്യം പൊട്ടിക്കണം. ഇത് ഓർക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് SI സാർ കിണറ്റിൽ വീണ കഥ അല്ലെ. പണ്ടൊരിക്കൽ ഒരു SI സാർ കിണറ്റിൽ വീണു. അദ്ദേഹം കിണറ്റിൽ വീണ സമയത്ത് അദ്ദേഹത്തെ എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ആകുന്ന ഒരുപാട് പോലീസ് കോൺസ്റ്റബിൾമാർ വന്നു. ഈ കോൺസ്റ്റബിൾ വന്നിട്ട് കയറൊക്കെ ഇറക്കി കൊടുത്തു. സാറ് വലിച്ചു കൊണ്ടുവന്നു. അങ്ങനെ SI സാർ പൊങ്ങി വന്നാൽ പോലീസ് സ്റ്റേഷനിൽ ഒരു നിയമമുണ്ട്. SI കണ്ടാൽ എന്ത് ചെയ്യണം? സല്യൂട്ട്. ആ സ്പോട്ട് തന്നെ ഈ കയറ് പിടിച്ച വയറ് സല്യൂട്ട് അടിക്കുക. SI നേരെ താഴ്ത്തു പോയി. അങ്ങനെ ലാസ്റ്റ് വരെ ഇനി പറ്റില്ല, നമുക്ക് പറ്റില്ല, കയറ് ഇവിടെ നിന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ച് ഈ സാധുവിനെ പിന്നെയും പൊക്കി. ഈ സാധു പൊങ്ങി വന്ന് ലാസ്റ്റ് എത്തി മേലെ എത്തുന്ന സമയത്ത് വീണ്ടും സല്യൂട്ട് ഇയാൾ താഴ്ത്തു പോയി. ഞാൻ എന്താണ് ഇത് രാവിലെ സല്യൂട്ട് അടിച്ചടിച്ച് പോലീസിനെ കണ്ടാൽ SIനെ കണ്ടാൽ അടിക്കണം എന്നുള്ള നിർബന്ധമായി. ലാസ്റ്റ് ഈ സാധു മേലെന്ന് പൊങ്ങുമോ? ഇല്ല. ലാസ്റ്റ് മേലുള്ള പോലീസുമാരെടുത്ത് ഒരു മീറ്റിംഗ് കൂടി. ഇങ്ങനെ പോയാൽ നടക്കില്ല, ഏമാൻ ഒരിക്കലും താഴ്ത്തുന്നത് കേസിലാവില്ല എന്ന് പറഞ്ഞു. നമ്മൾ മീറ്റിംഗ് കൂടിയിട്ട് മെയിൻ ഓഫീസേഴ്സിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ DYSP അതുപോലെയുള്ള മെയിൻ ബ്രിഗേഡ് ഓഫീസർമാരെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ സുപ്പീരിയർ തലത്തിലുള്ള ഓഫീസേഴ്സിനെ കൊണ്ടുവന്നു. അവരായി കയറ് വലിക്കരുത്. അവര് വലിച്ചു മേലേക്കെത്തിയ സമയത്ത് SI നോക്കുന്ന സമയത്ത് DYSP എന്നെ കയറ് വിളിച്ചത് നേരെ SI സല്യൂട്ട് അടിച്ച് SI നേരെ താഴ്ത്തു പോയി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആദ്യം കയറ് വലിച്ചോ സല്യൂട്ട് അടിച്ചു, രണ്ടാമത് രക്ഷപ്പെടാനുള്ള DYSP അടിച്ചു. ഇതെന്താ കാരണം? കാലങ്ങളായി പഠിച്ചു വെച്ച സാധനമാണ് ഏമാനെ കണ്ടാൽ സല്യൂട്ട് അടിച്ചേക്കണമെന്ന്. ഇതേപോലെ ചില അസുഖത്തിന്റെ അകത്തുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രി തീരില്ല. അതാദ്യം മനസ്സിലാക്കാം. ആ അസുഖം എന്താണ്? ഒന്നാമത്തെ സാധനം, ഇത് ജോലിയാണ് എന്ന ധാരണയിൽ നിൽക്കുക. ഇത് ജോലിയല്ല മക്കളെ, ഇത് ബിസിനസ് ആണ്. എന്താ ബിസിനസിന്റെ പ്രത്യേകത? ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ക്രിയേഷൻ. ബിസിനസ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ആണോ അല്ലേ? അതൊരു അസംഷൻ ആണ്, അതൊരു ക്രിയേഷൻ ആണ്, അതൊരു ഡെഡിക്കേഷൻ ആണ്, അതൊരു വിഷൻ ആണ്, അതൊരു മിഷൻ ആണ്, അതൊരു പാഷൻ ആണ്, അതൊരു ആക്ഷൻ ആണ്. നിർബന്ധമായിട്ടും ഈ സാധനം ഉണ്ടെങ്കിൽ ബിസിനസ് ഉള്ളൂ. ഇത് താനെ നടന്നോളും, അങ്ങനത്തെ ഒരു കാര്യമല്ലേ ഇത്? ആണോ? വിത്ത് എറിഞ്ഞ് താനെ ഉണ്ടാകുന്ന പോലെയാണോ ഇത്? അല്ല. എറിഞ്ഞ വിത്തിന്റെ പരിസരത്ത് ആ കൾട്ടിവേറ്റ് ചെയ്യുന്ന ബിസിനസ്മാൻ ആകുന്ന ലീഡർ നിന്നേക്കണം. അവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. മാത്രം മതിയോ? ഒരു വിത്ത് നടുന്ന സമയത്ത് നമ്മൾ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തെല്ലാം നമുക്ക് നാളെ ചെയ്യാനുണ്ട്? ഫസ്റ്റ് നമ്മൾ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ക്ലിയർ ആണോ അല്ലേ? ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മാത്രം വിത്ത് വളരുമോ? നോ. അതിനെന്ത് ചെയ്യണം? വളർന്നു വരുന്ന സമയത്ത് കന്നുകാലി തിന്നാതിരിക്കാൻ വേണ്ടി അതിന് വേലി കെട്ടുക കൂടി വേണമല്ലേ? സോ നമ്മളാകുന്ന ബിസിനസിന്റെ വിത്ത് നമ്മുടെ ഹൃദയത്തിൽ പാകുമ്പോ രണ്ട് കാര്യമുണ്ട്. ഇത് വളരാനുള്ള വെള്ളം എന്ന് പറയുന്ന ഒഴിച്ചു കൊടുക്കുന്ന നഗരി പ്രോഗ്രാം ആളുകളാണ്. അവിടെ കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. ഫസ്റ്റ് വൺ. സെക്കൻഡ് വണ്, നമ്മൾ സഞ്ചരിക്കുന്ന പാതയിൽ കുടുംബങ്ങളും കൂട്ടുകാരും ബന്ധുമിത്രാദികളും പരിസരവാസികളും മുഴുവനും നമ്മളെ തോൽപ്പിക്കാനും നെഗറ്റീവ് ആക്കാനും നിൽക്കുമ്പോൾ കന്നുകാലികളെ പോലെ നാം ആകുന്ന വിത്തിനെ തിന്നാൻ വരികയാണ്. വേലി കെട്ടേണ്ട ഉത്തരവാദിത്ത ലീഡറാണോ നമ്മളാണോ? ആര് കെട്ടണം വേലി? നമ്മൾ കെട്ടണം. ഇത് നമ്മൾ കെട്ടാത്തോണ്ടല്ലേ അവര് വന്നിട്ട് എനിക്ക് വല്ല അസുഖം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ആ അസുഖമുണ്ടെന്ന് കേൾക്കാനുള്ള സമയം നിങ്ങൾ അനുവദിച്ചുകൊണ്ടല്ലേ അവർ നിങ്ങോട്ട് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് ഇവരോട് കാര്യമില്ലെന്ന് കാണിക്കാനുള്ള തന്റെ നമ്മൾ കാണിക്കുമ്പോ ഏറ്റെടുത്ത മുദ്രാവാക്യത്തിന്റെ മുന്നിൽ നിന്ന് തട പറയാൻ ഒരു കുട്ടി വരില്ല എന്ന് ആദ്യം തിരിച്ചറിയാം. നമ്മളാണ് നോക്കേണ്ടത്. നമ്മളാണ് അവർക്ക് ചാൻസ് കൊടുത്ത് നീ എന്നെ പരിഹസിച്ചോ കളിയാക്കിക്കോ ഞാൻ കേൾക്കട്ടെ എന്ന് പറയുന്നത്. സോ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് ഇൻഡസ്ട്രിയിൽ മസ്റ്റാണ്. ഈ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്തും വൈഫ് പറഞ്ഞ പോലെ തന്നെ ടീച്ചറാണ്, ട്രെയിനറാണ്. അതേപോലെ തന്നെ നമ്മുടെ അജ്ഞാസ് ഭായി പറഞ്ഞ പോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ തെറ്റില്ലാതെ വിദ്യാഭ്യാസ മേഖല ഒരു വ്യാഴവട്ടക്കാലം ഒരുപാട് സ്ഥലങ്ങളിൽ നിസ്തുല സേവനം നടത്താൻ പറ്റിയിട്ടുണ്ട്. അഭിമാനമായി ഞാൻ കൊണ്ടു നടക്കാറുണ്ട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി മക്കൾ ലോകത്തുള്ള ഒരു അധ്യാപകനാണ് എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതായത് ആ കണക്ക് അങ്ങനെ തന്നെ പറയുന്ന കാരണം അത് സോളിഡ് പ്രൂഫാണ്. ലക്ഷങ്ങൾ. ഓക്കെ. സോ സീരിയസ്ലി ഇങ്ങനെയൊക്കെ ഉണ്ട്. അന്ന് അറിയപ്പെട്ട ആളാണ്, ട്രെയിനറാണ്, പലതുമാണ്. പക്ഷേ എനിക്ക് എന്റെ ഉമ്മയിൽപ്പെട്ട പേര് ഇസ്മായിൽ എന്നായിരുന്നു. പക്ഷെ മൈലൈഫ് ഇട്ട പേര് വൈദ്യൻ, ഡോക്ടർ, പിന്നെ പല പേരുണ്ട്. ആണോ അല്ലേ? ഇത് കിട്ടിയ ആൾക്കാരൊക്കെയാണ് വൈദ്യരെ ഡോക്ടറിനുള്ള NTC ആവും. ഉറപ്പാണ്. കൈയടിച്ച് വെച്ചോളൂ. നിങ്ങൾക്ക് NTC ആകാനുള്ള യോഗ്യത. ആദ്യത്തെ പേരിലേക്കാണ് ഞങ്ങൾ പേരെല്ലാം അവരെ വിളിക്കാം. കാരണം അത് വിളിക്കാൻ കാരണമുണ്ട്. എത്ര പേരെ എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ കുടുംബത്തിലൊക്കെ ചില ചർച്ച കൂട്ടുകാരന്മാരൊക്കെ ചെയ്യാൻ തുടങ്ങി. അവര് കണ്ടത് വലിയ ടീച്ചറും ട്രെയിനറായി ഇതുപോലെയുള്ള സ്റ്റേജുകളിൽ വലിയ സ്റ്റേജുകളിൽ ഞാൻ കയറിയിട്ടുണ്ട്. ഞാൻ ഇവരൊക്കെ പണ്ട് കാലത്തൊക്കെ വന്ന സമയത്ത് എന്റെ മൊബൈലൊക്കെ നോക്കാറുണ്ടായിരുന്നു. നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇരുഭാഗത്തും ആളുകൾ കൂടി റെഡ് കാർപ്പിന് നടുവ് കൂടി പൂക്കൾ എറിഞ്ഞു പോകുന്ന ഒരു ലോകത്ത് നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. പിന്നെ കൈക്കില് സോപ്പും വേസ്റ്റേക്കാണ്. അപ്പൊ ആരോ പറഞ്ഞു ഇയാൾക്ക് തലപ്പിരിയാണ്, നമ്മളെ പഠിച്ചു മറിയല്ലോ, അങ്ങനെ വരെ പേര് കൊണ്ടില്ലല്ലോ. ഓക്കെ. ഇതൊക്കെ നിങ്ങൾ ആദ്യം വിചാരിക്കാൻ വരാനുള്ളതാണ് വൈക്കത്തങ്കുല. ഉറപ്പായിട്ടും വരും. അത് വിശ്വസിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. കാരണം എന്താണ്? ഈ ലോകത്ത് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു അരപ്പിരി ലൂസ് നിർബന്ധമാണ് ഈ ബിസിനസ്.
ഫുൾ ബുദ്ധിയുള്ള ആൾക്കാർ ഏതെങ്കിലും ഫാൻ്റെ അടിയിൽ മുതലാളിന്റെ പണിക്കാരനേക്കാരം. മനസ്സിലായോ? അരപ്പിരി ജ്യൂസ് ഉള്ളവൻ ആ ബിൽഡിങ്ങിന്റെ മുതലാളിയേക്കാരം. ഇതിൽ ഏതാ നല്ലത്? അവിടുത്തെ ഫാൻ്റെ അടിയിലെ പണിക്കാരനാണോ അല്ല മൊത്തം ബിൽഡിങ്ങിന്റെ മുതലാളിയാണോ? ഏതാ നല്ലത്? എന്നാൽ അരപ്പിരി ജ്യൂസ് ഉള്ളവർക്ക് ഇത് തിരിയുള്ളൂ, അല്ലാതെ ഫുള്ള് ബുദ്ധിമുട്ട് ഇത് തിരിയില്ല. കാരണം എന്താണ്? ലോകത്തെപ്പയും ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു അല്പം ഭ്രാന്ത് വേണം. രണ്ടിന്റെ സ്പെല്ലിംഗ് നോക്കണേ, കറക്റ്റ് ആണോ അല്ലേ? അപ്പൊ ഭ്രാന്തുള്ളവർക്ക് എന്തുണ്ടാക്കാം? അറിയുള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷിൽ വരുന്നതാണ്, ലോകത്തുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം. ലുലു മാൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബ്രാൻഡ് ആസ് യു നോ. അതേപോലെ തന്നെ കല്യാൺ രാമൻ ഇറ്റ്സ് എ ബ്രാൻഡ്. അതേപോലെ തന്നെ നമ്മൾ ലോകത്ത് കേട്ട എന്തും ഫേസ്ബുക്ക് ബ്രാൻഡാണ്. എവറിത്തിങ് ഈസ് എ ബ്രാൻഡ്. മൾട്ടി മില്യണേഴ്സ് ക്രിയേറ്റ് ചെയ്തൊക്കെ ബ്രാൻഡുകളാണ്. സോ യു വുഡ് ലൈക്ക് ടു മേക്ക് എ ബ്രാൻഡ് വിതിൻ യു, യു മസ്റ്റ് ഹാവ് സം കൈൻഡ് ഓഫ് ബ്രാൻഡ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? സോ ബ്രാൻഡ് ഉണ്ടാവുക. എന്തിന്റെ ബ്രാൻഡ്? ജയിക്കാനുള്ള വാശിയുള്ള ബ്രാൻഡ് ഉണ്ടാവുക. എങ്കിൽ നിങ്ങൾക്ക് ഏതറ്റം വരെയും ജയിക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ കടന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ക്വാളിറ്റി, യു മസ്റ്റ് ഹാവ് എ പർപ്പസ്. എന്തിന് ഈ ബിസിനസ് ചെയ്യുന്നു?